അങ്ങനെ കാത്തിരുന്ന് 7 ടീസർ ഇറങ്ങി എമ്പുരാൻ്റെ. സോ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റഫാണ് ടീസർ. ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ടീസറിൽ വെച്ചാൽ ഒരു കാര്യം ഇവർക്ക് അധികം റിവീൽ ആക്കിയിട്ടില്ല. എല്ലാം ജസ്റ്റ് ലൂസിഫറിൻ്റെ ഒരു ഡയലോഗ്സും പിന്നെ പുതിയ ഫ്രെയിംസൊക്കെയാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ആൻഡ് കൂടുതൽ കാര്യങ്ങളൊന്നും റിവീൽ ആക്കാൻ തന്നെ ജസ്റ്റ് ഒരു ടീസർ എന്നുള്ള രീതിക്ക് തന്നെ ഇവർ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ടീസറിലേക്ക് നോക്കിയാൽ വേറെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഗംഭീര ഫ്രെയിംസാണ്. ഓരോ ഫ്രെയിമും ഓരോന്നും ഇങ്ങനെ മികച്ചായിട്ട് ഇങ്ങനെ വരുവാണ് ചെയ്തത്. അത്രയും ഗംഭീര ഫ്രെയിംസ്, ഓരോ ക്യാരക്ടേഴ്സ്. ഇപ്പം ടൊവിനോൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടിരുന്നു. സോ ആ ഒരു ഫ്രെയിം കാണിച്ചു. പിന്നെ ലാലേട്ടൻ്റെ ഒരു ഫ്രെയിം. ആൻഡ് ഫുള്ളി നോക്കിക്കഴിഞ്ഞാൽ ടീസറിൽ ഫുള്ളി ഫ്രെയിംസ് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ആൻഡ് നല്ല ക്വാളിറ്റി അപ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ടീസറിൽ തന്നെ. ആൻഡ് കൂടുതൽ കാര്യങ്ങളും റിവീൽ ചെയ്യാണ്ട് കൂടുതൽ എന്താ സംഭവിക്കുന്ന ഒരു ഐഡിയ തരാണ്ട് തന്നെ ടീസർ കൺക്ലൂഡ് ചെയ്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ലാസ്റ്റ് ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യം എന്ന് വെച്ചാൽ ആ ഒരു തോക്ക് പിടിച്ചിരിക്കുന്ന ലാലേട്ടൻ്റെ ഒരു സീൻ തന്നെ, അത് അടിപൊളിയായിരുന്നു. ചേർച്ചിലൊരു നിൽപ്പുണ്ട്, ആ ഒരു സീൻ ഭയങ്കര എനിക്ക് ഇഷ്ടമായി. അങ്ങനത്തെ കുറേ ഫ്രെയിംസ്. പിന്നെ മ്യൂസിക് ആണെങ്കിൽ ദീപക് ദേവ് ആണ്, പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ആ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ടായിരുന്നു, ആ നല്ല ഇങ്ങനെ ഗംഭീരമായിട്ട് തന്നെ സിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ സീന്. പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു കൈൻ്റെ സീൻ കാണിക്കുമ്പോൾ ആ ഒരു പാട്ട് ഷിഫ്റ്റ് ആകുന്നതും നൈസ് തന്നെയായിരുന്നു. പിന്നെ അതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാണ് നല്ല ക്വാളിറ്റി സ്റ്റഫ് തന്നെയായിരിക്കും പടം. നല്ല പ്രതീക്ഷയുണ്ട്. മാർച്ച് 27 റിലീസ്. ആൻഡ് സ്റ്റിൽ വെയിറ്റിംഗ് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ വർഷത്തിന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പടം കൂടിയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ പടം. സോ നിങ്ങളങ്ങനെ തന്നെ ആയിരിക്കും. ഭയങ്കര എക്സൈറ്റഡ് തന്നെയാണ് പടത്തിന് വേണ്ടിയിട്ട്. നല്ല ടീച്ചർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി സ്റ്റഫ് ഒന്നും പറയാനില്ല. അതിൻ്റെ അടുത്ത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഡയലോഗ്സ് അടക്കം ഇതിനകത്ത് മിനിമം തന്നെയാണ്. ലൂസിഫർ സിനിമയിൽ തന്നെ സെയിം ഡയലോഗ്സിൻ്റെ അത് ഇവർ വെച്ചെന്നേ ഉള്ളൂ. വേറെ പോലെ ഡയലോഗ്സോ അങ്ങനെയൊന്നുമില്ല. ആൻഡ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് മൂഡിലേക്ക് ഈ സിനിമ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഫുള്ളി ഒരു ആക്ഷൻ മൂഡ് തന്നെയാണ് സിനിമ എന്ന് തോന്നുന്നു. ഇപ്പോൾ ലൂസിഫറിൽ കണ്ട പോലെ അധികം ഡ്രാമയോ അങ്ങനത്തെ കാര്യങ്ങളും കുറവായിരിക്കും തന്നെയാണ് ഇതിൻ്റെ ടീച്ചർ കണ്ടപ്പോൾ തോന്നുന്നത്. ഫുള്ളൊരു ഗണ്ണും വെടിയും പുകയും അങ്ങനത്തെ ഒരു പരിപാടി തന്നെയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഹെലികോപ്റ്ററിൻ്റെ സീക്വൻസ് ഒക്കെ ഉണ്ട്, അടിപൊളി തന്നെയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ആ ഒരു ക്യാറ്റിനെ റിവീൽ ചെയ്ത പാട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ കട്ട വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടിയിട്ട്. 3 പാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെക്കൻഡ് പാർട്ട് അടിപൊളി ആട്ടനെ പ്രതീക്ഷിക്കുന്നു.